ഇന്നലെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സറ്റയർ വീഡിയോയുമായി വന്നിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് വിവിധ വിശ്വാസങ്ങൾ പിന്തുടരുന്നവർ ജീവിക്കുന്നു. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും ബുദ്ധനും തുടങ്ങി വിശ്വാസങ്ങളും ആരാധനാ രീതികളും എല്ലാം പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നവർ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഇന്ത്യ എന്ന ഒറ്റ വികാരമായി ജീവിക്കുന്നു. കൊച്ചുകുട്ടിക്ക് മുതൽ മുതിർന്ന വ്യക്തിക്ക് വരെ വലതുകരം നീട്ടിപ്പിടിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും ഏറ്റുചൊല്ലുന്നതും ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുമാണ്. ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ട് ചിലരെങ്കിലും പറഞ്ഞിരിക്കാം ഇസ്ലാമോഫോബിയ ബാധിച്ച അല്ലെങ്കിൽ അത് പരത്തുന്ന ഒരാളെന്ന്. എന്നാൽ അവരോടൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നു. തുറന്നു പറയട്ടെ, മുസ്ലിം വിശ്വാസം പിന്തുടരുന്ന സഹോദരർ തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം തങ്ങളുടെ അള്ളാഹുവിന് ദാനമായി കൊടുക്കുന്നു അഥവാ വഖഫ് ചെയ്യുന്നു എന്നാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആ സമുദായവും അതിലെ വിശ്വാസികളും മാത്രം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. എന്നാൽ മറ്റൊരു മതസ്ഥൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ജീവിത രീതി പിന്തുടരുന്ന ഒരു വ്യക്തിയുടെ സ്വത്തോ ഭൂമിയോ വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അത് വഖഫ് ബോർഡിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കേണ്ടുന്ന ഒരു വിഷയമല്ല. അത് രാജ്യത്തിൻ്റെ വിഷയമാണ്, ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും വിഷയമാണ്. നല്ല മുസൽമാനായിട്ടുള്ള ഏതൊരാളും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടാതിരുന്നാൽ അത് നീതിയുക്തവുമല്ല. നിയമത്തിൻ്റെ സാധ്യത മുൻനിർത്തി ഒരു വലിയ തെറ്റ് നമ്മുടെ സമൂഹത്തിന് ഒരുപോലെ ദോഷമായി വളർന്നാൽ അതിനെ എതിർക്കേണ്ടുന്നത് നമ്മൾ മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ്. അനീതി കണ്ടാൽ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും നീതിയില്ലെന്ന് തോന്നിയാൽ അതാരായാലും ചോദ്യം ചെയ്യപ്പെടണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സത്യം ജയിക്കണം, സത്യമേ ജയിക്കാവൂ. ഇന്നലെ ദീപിക പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ നമ്മിൽ പലരും വായിച്ചു കാണും. അതിശക്തമായ എഡിറ്റോറിയൽ എന്ന് വേണം പറയാൻ. കാര്യങ്ങൾ കൃത്യമായി മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു തുറന്നെഴുത്ത്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കട്ടെ, ഓരോ മനുഷ്യൻ്റെയും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വന്നിച്ചില്ലെങ്കിൽ കൂടി നിന്ദിക്കാൻ ആർക്കും അവകാശമില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വഖഫ് ചെയ്യാൻ തയ്യാറായി സ്വത്ത് കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ഓരോ മുസൽമാൻ്റെയും വസ്തുവകകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നും ആ സമുദായത്തിൽ ഉൾപ്പെടുന്നവരും അതിലെ അധികാരികളും തന്നെ തീരുമാനിക്കണം. എന്നാൽ നിയമവശം മുതലെടുത്ത് മറ്റൊരു മതസ്ഥൻ്റെ സ്വത്തോ ഭൂമിയോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അതിന് സമുദായത്തിൻ്റെ മറ പിടിച്ചാൽ അത് അനീതിയാണ്, സമൂഹത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്, മാനുഷിക വിപത്താണ്. അവിടെ ആ നിയമത്തിൻ്റെ ഭേദഗതി കൂടിയേ തീരും. ഇത്തരം അനീതിക്കെതിരെ പ്രതികരിക്കുന്നവർ എല്ലാവരും ഇസ്ലാമോഫോബിയ പരത്തുന്നവരല്ല, ക്രിസ്സംഗികളല്ല. നല്ല മനസ്സുള്ള നല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആരും തന്നെ ഈ അനീതിക്ക് കൂട്ടു നിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദീപിക ഉയർത്തിയ ശക്തമായ പ്രതികരണം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ദീപികയിൽ വന്ന എഡിറ്റോറിയൽ ഇങ്ങനെയാണ്, ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇത് കേട്ട് മാനുഷികമായി ചിന്തിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്താണ് നീതിയെന്ന്. കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ വരുത്താനിരിക്കുന്ന ഭേദഗതി രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ രഹസ്യ താല്പര്യങ്ങളെക്കുറിച്ച് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതർ ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. അതവരുടെ അവകാശമാണ്. അതേസമയം വഖഫ് നിയമത്തിലെ ചില വകുപ്പുകളോട് എതിർ അഭിപ്രായമുള്ളവരുമുണ്ട്. അതിൽ പ്രധാനം വിചിത്രമെന്ന് തോന്നുന്ന വകുപ്പുകൾ ഉപയോഗിച്ച് മറ്റ് പൗരന്മാരുടെ ഭൂമി വഖഫ് ഏറ്റെടുക്കുന്നതാണ്. അതായത് ഒരാളുടെ വസ്തു അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഭൂമി വഖഫിൻ്റേതാണെന്ന് വഖഫിന് തോന്നിയാൽ അത് ഏറ്റെടുക്കാനുള്ള അധികാരം വഖഫിനുള്ള ആ ഒരു നിയമത്തെക്കുറിച്ചാണ്, ആ ഒരു നിയമസാധ്യതയെക്കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത്. മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകകൾ തട്ടിയെടുത്ത് അവരെ വഴിയാധാരമാക്കുന്ന വകുപ്പുകൾ വഖഫിലുണ്ടെങ്കിൽ, അതനുസരിച്ച് ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അതിനെതിരെയുള്ള നിയമപോരാട്ടം പോലും സങ്കീർണമാണെങ്കിൽ അത് അനീതിയാണെന്ന് മുസ്ലിം സമുദായം പോലും സമ്മതിക്കുമല്ലോ. രാജ്യത്ത് പലയിടത്തും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അത്തരം അനീതിയുടെ കേരളത്തിലെ ഉദാഹരണമാണ് മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തേത്. നമ്മൾ ഇന്നലെ ചെയ്ത വാർത്തയിൽ ആ ഒരു കടപ്പുറത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ 404 ഏക്കർ ഭൂമി വഖഫിൻ്റേതാണെന്ന് അവകാശപ്പെട്ടതോടെയാണ് ഇവിടെ ജീവിക്കുന്ന വിവിധ മതസ്ഥരായ 650 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ദുരന്തമായി മാറിയത്. കുട്ടികളുടെ പഠനം, വിവാഹം, വായ്പ, വീട് നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, വിൽപ്പന എന്നിവയെല്ലാം മുടങ്ങി. ഇതിലേക്ക് പ്രധാനമായും ഈ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കാരണമായ വഖഫ് അവകാശവാദം ഉന്നയിക്കാൻ കാരണമായ ഒരു കാര്യം കൂടെ അവരിവിടെ വെളിപ്പെടുത്തുന്നുണ്ട്.
1902 തിരുവിതാംകൂർ രാജാവ് അബ്ദുൾ സത്താർ സേഠ് എന്നയാൾക്ക് നൽകുകയും അദ്ദേഹത്തിൽ നിന്ന് ഭൂമി ലഭിച്ച കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പിന്നീട് ഇവിടെ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വിൽക്കുകയുമായിരുന്നു. ആധാരം കിട്ടിയ ഭൂമിയിൽ കരമടച്ച് താമസിച്ചു വരുന്നതിനിടയിലാണ് 2019 വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരത്തിൽ ഈ ഭൂമി ഉൾപ്പെടുത്തിയത്. അതായത് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പുള്ളി വഖഫിന് വേണ്ടിയിട്ട് വഖഫിന് കൊടുത്ത സ്വത്തുക്കളായിരിക്കാം ഇത്. പക്ഷേ സ്വത്തുക്കൾ വഖഫ് കൈകാര്യം ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിനും മറ്റും, അല്ലെങ്കിൽ മറ്റ് അറ്റകുറ്റപ്പണികളും മോസ്ക് നിർമ്മാണങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപക്ഷെ വഖഫ് ബാക്കിയുള്ളവർക്ക് അത് വിറ്റെന്നിരിക്കാം. അപ്പം അങ്ങനെ അത് പോയാലും ഫ്യൂച്ചറിൽ വീണ്ടും അത് തിരിച്ചു പിടിക്കാനും അത് തങ്ങളുടേതാണെന്ന് അവകാശപ്പെടാനുള്ള ഒരു നിയമസാധ്യത ഇവിടെ നിലനിൽക്കുന്നു എന്നല്ലേ ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാകേണ്ടത്. തുടർന്ന് വായിക്കാം. കേസായപ്പോൾ ഇവിടെയുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ കഴിയില്ലെന്ന സർക്കാർ നിലപാട് അംഗീകരിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കുടുംബങ്ങളുടെ പോക്കുവരവ് നടത്തിക്കൊടുക്കാൻ അനുവദിച്ചു. പക്ഷേ ഇതിനെതിരെ കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ അനുവദിക്കുകയായിരുന്നു. സ്ഥലത്തിൻ്റെ അവകാശം തങ്ങൾക്കാണെന്ന് കാണിച്ച് വഖഫ് ബോർഡ് 2022 ജനുവരി 13 റവന്യൂ വകുപ്പിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. നോക്കണേ, അടുത്ത കാര്യം വായിക്കാം. ഇപ്പോൾ കരമടയ്ക്കാനോ വിൽക്കാനോ ഒന്നും സാധിക്കില്ല. കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളിയും വൈദിക മന്ദിരവും മഠവും സെമിത്തേരിയുമൊക്കെ ഇപ്പോൾ വഖഫ് വകയായി. ഈ കൊള്ളയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ പരത്തുകയാണെന്ന് പറഞ്ഞു കളയും. എന്തൊരു ദുരവസ്ഥയാണിത്. ഇതിനൊപ്പം തമിഴ്നാട്ടിൽ നടന്ന ഈ വഖഫ് മൂലമുണ്ടായ, വഖഫിൻ്റെ ആ ഒരു നിയമം മൂലം ഉണ്ടായ മറ്റൊരു അനീതിയെ കൂടി ദീപിക ചൂണ്ടിക്കാട്ടുകയാണ്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുച്ചെന്തുറയിലും സംഭവിച്ചത് സമാനമായ കാര്യമാണ്. മകളുടെ കല്യാണത്തിന് വേണ്ടി വായ്പയെടുത്ത എൻ രാജഗോപാൽ എന്ന കർഷകൻ കടം വീട്ടാൻ ഭൂമി വിൽക്കുന്നതായി ബന്ധപ്പെട്ട് സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയപ്പോഴാണ് തൻ്റെ പേരിൽ ഭൂമിയില്ലെന്നറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം വഖഫ് വകയാണെന്നും ബോർഡിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാതെ വിൽക്കാൻ പറ്റില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. പിന്നീട് അറിഞ്ഞത് രാജഗോപാലിൻ്റെ മാത്രമല്ല തിരുച്ചെന്തുറ ഗ്രാമം മുഴുവൻ വഖഫ് വകയാണെന്നാണ്. 1672 1749 കാലത്ത് ആർക്കോട്ട് നവാബായിരുന്ന അൻവറുദ്ദീൻ ഖാൻ വഖഫിന് സംഭാവന ചെയ്തതാണത്രേ ഗ്രാമം മുഴുവൻ. 1956 ഡിസംബർ 28 തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ രജിസ്റ്റർ ഇത് രേഖപ്പെടുത്തി. 1500 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നോക്കണേ, വഖഫ് ഏറ്റെടുത്തിട്ടുള്ള ഓഹരികളൊക്കെ വഖഫ് തന്നെ വിറ്റാലും വർഷങ്ങൾക്കിപ്പുറം വഖഫ് തന്നെ വഖഫിൻ്റേതാണെന്ന് വാദിച്ച് തിരിച്ചെടുക്കാനുള്ള ഒരു നിയമസാധ്യത ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഈ വാദം അവർ ഉന്നയിക്കുന്നത്, വഖഫുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിക്കുന്നത്. തുടർന്ന് വായിക്കാം. ഇത്തരം വിചിത്ര വകുപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് വഖഫ് ആക്ട് 1995. ഇതിൻ്റെ 40-ാം അനുച്ഛേദമനുസരിച്ച് ആരെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം. ഇടപെടാൻ ഹൈക്കോടതിക്ക് പോലും പരിമിതമായ അധികാരമേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഏത് സ്വത്ത് വേണേലും തങ്ങളുടേതെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വഖഫിന് സ്വന്തമാക്കാനുള്ള പരമാധികാരം വഖഫിനുണ്ട്. സുപ്രീം കോടതിക്ക് പോലും ഇതിൽ ഇടപെടാൻ പരിമിതികളുണ്ട്. പരാതിക്കാർ വഖഫ് ട്രിബ്യൂണലുകളെയാണ് സമീപിക്കേണ്ടത്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള വഖഫ് ബോർഡിൻ്റെതായി നിലവിൽ 8.7 ലക്ഷം വസ്തുവകകളിലായി ഏകദേശം 1.2 ലക്ഷം കോടി രൂപ വില വരുന്ന 9.4 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമിയുടെ എല്ലാം ചരിത്രത്തെക്കുറിച്ചല്ല, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി നഷ്ടപ്പെട്ട മനുഷ്യരുടെ വർത്തമാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരാണ് യഥാർത്ഥ ഇരകൾ? അവരെ രക്ഷിക്കാൻ സർക്കാരിനുള്ള പദ്ധതി എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദത പാലിക്കുന്നത്? മുസ്ലിം സമൂഹവും ഈ അനീതിയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതല്ലേ? മുനമ്പത്തെ 650ഓളം കുടുംബങ്ങളെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ നിൽക്കുന്നവർ തങ്ങളെ പേടിക്കേണ്ടെന്ന് പറയുന്നതിനോളം നുണ മറ്റെന്തുണ്ട്? അതായത് ഇവർ ആട്ടിപ്പായിക്കാൻ വേണ്ടി നിൽക്കുന്നവർ, അതായത് ബോർഡ് സ്ഥാപിച്ച് തങ്ങളുടേതാണെന്ന് വാദിക്കുന്നവർ അവരോട് പറയാം ഞങ്ങൾ ഇറക്കി വിടത്തില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ എന്ത് നുണയുണ്ടെന്ന് ദീപിക ചോദിക്കുകയാണ് അവരുടെ എഡിറ്റോറിയലിലൂടെ. നിസ്സഹായരുടെ വീടുകൾ ഇടിച്ചു നിരത്താൻ ശ്രമിക്കുന്ന ബുൾഡോസറുകൾ വഖഫിൻ്റേതാണെങ്കിലും അനങ്ങരുതെന്ന് പറയണം. നോക്കിയേ, അതിശക്തമായ ഒരു എഡിറ്റോറിയൽ എന്ന് വേണം പറയാൻ. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമായ ദീപിക ഇപ്പോഴും അനീതികൾക്കെതിരെ ഭയക്കാതെ ശബ്ദമുയർത്തുന്നു എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയിൽ കേരളത്തിലെ ഇടത് വലത് പക്ഷങ്ങൾ മാറി മാറി എതിർപ്പ് പ്രകടിപ്പിക്കുന്നു.
എനിക്കും വ്യക്തിപരമായി ഭേദഗതിയോട് മുഴുവനായും യോജിക്കാൻ കഴിയില്ല. കാരണം വഖഫ് ബോർഡിൽ അംഗങ്ങളായിരിക്കേണ്ടുന്നത് ആ സമുദായത്തിലെ വ്യക്തികൾ മാത്രമാണ്. മറ്റൊരാൾ അവിടേക്ക് വരുന്നത് വിശ്വാസികളായ, മനസ്സിൽ നന്മയുള്ള മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് അവരെ അത് വിശ്വാസപരമായി വ്രണപ്പെടുത്തും. എന്നാൽ മറ്റൊരു മതസ്ഥൻ്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നതിലേക്ക്, അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിലേക്ക് ഈ നിയമസാധ്യത ദുരുപയോഗിച്ചാൽ, അങ്ങനെ മറ്റുള്ളവനെ ചൂഷണം ചെയ്യാൻ അത് കാരണമാക്കിയാൽ അത്തരം നിയമത്തിൽ ഭേദഗതി വരുത്തുക തന്നെ ചെയ്യണം. നട്ടലുള്ള മനുഷ്യർ ജാതി മത വർഗഭേദമന്യേ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും വേണം. കേരളത്തിലെ മുനമ്പം തുടങ്ങി രാജ്യത്തിലെ പലയിടങ്ങളിലും മനുഷ്യന് ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന ഇത്തരം നിയമങ്ങളും അതിൻ്റെ സാധ്യതകളും ഉണ്ടെങ്കിൽ, അതുവഴി കണ്ണീർ കുടിക്കുന്നവർ നമുക്ക് മുന്നിൽ ജീവിക്കുന്ന തെളിവുകളായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം, തിരുത്തപ്പെടുകയും വേണം.